തിരുവെഴുത്തുകളുടെ വിശകലനം. ഒന്നാം ഭാഗം. എബ്രായ അഥവാ അരാമ്യ തിരുവെഴുത്ത് പ്രകാരം യേശുവിൻ്റേത് കന്യകാജനനമായിരുന്നു എന്ന് വിശുദ്ധ മത്തായി എഴുതിയ ഗ്രീക്ക് സുവിശേഷത്തിലെ 1-ാം അധ്യായം 20 മുതൽ 20 വാക്യങ്ങൾ പ്രസ്താവിക്കുന്നു. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ യോസേഫിന് പ്രത്യക്ഷനായി. ദാവീദിൻ്റെ മകനായ യോസേഫെ, നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിച്ചുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. മത്തായി ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ ഈ സുവിശേഷം യേശുവിനെ പ്രസവിക്കും വരെ യോസേഫ് അവളുമായി ലൈംഗിക ബന്ധം പുലർത്തി അവളുടെ കന്യാകാത്വം നഷ്ടപ്പെടുത്തിയില്ലെന്നും യേശുവിനെ പ്രസവിക്കും വരെ അവൾ കന്യകയായിരുന്നെന്നും പറയുന്നു. പഴയ നിയമ പ്രവചനങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളതെല്ലാം ദൈവശാസ്ത്രമാണ്. അത് മാത്രമേ യഹൂദന്മാർ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശു പരിശുദ്ധാത്മാവിനാൽ ഭൂജാതനായ ദൈവപുത്രനെന്ന് അന്നത്തെ യഹൂദന്മാർക്ക് ബോധ്യം വരേണ്ടതിനായിരുന്നു മത്തായി യെശയ്യാ പ്രവചനത്തിലെ 7-ാം അധ്യായം 14-ാം വാക്യം ഉദ്ധരിച്ചത്. അതിപ്രകാരമാണ്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. എന്നാൽ ഇത് മത്തായിയുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഗ്രീക്ക് ഭാഷയിലുള്ള യെശയ്യാ പ്രവചന ഭാഗമായിരുന്നു. യഹൂദന്മാരുടെ എബ്രായ ഭാഷയിലുള്ള തിരുവെഴുത്ത് കത്തോലിക്കരുടെ POC ബൈബിളിൽ ഉള്ളത് ഇപ്രകാരമാണ്. കത്തോലിക്കരുടെ POC ബൈബിളിലെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. യെശയ്യാ 7:14, POC ബൈബിൾ, പേജ് 1042. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കുക, എബ്രായ ഭാഷയിലത് കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നാണ്, അല്ലാതെ കന്യക എന്നല്ല. POC ബൈബിളിലെ ഈ പേജിൻ്റെ അടിക്കുറിപ്പിൽ യുവതിയുടെ ഗ്രീക്ക് പരിഭാഷ കന്യക എന്ന് കൊടുത്തിരിക്കുന്നു. ഗുഡ് ന്യൂസ് ബൈബിളിൽ യെശയ്യാ 7:14 ഇപ്രകാരമാണ്: എ യങ് വുമൺ ഹൂ ഈസ് പ്രഗ്നൻറ്റ് വിൽ ഹാവ് എ സൺ ആൻഡ് വിൽ നെയിം ഹിം ഇമ്മാനുവേൽ. അതെ, ഗുഡ് ന്യൂസ് ബൈബിളിൽ യങ് വുമൺ അഥവാ യുവതി എന്നാണ്, വെർജിൻ അഥവാ കന്യക എന്നല്ല. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷൻ ബൈബിളിൽ ഇങ്ങനെയാണ്: എ യങ് വുമൺ ഷാൽ കൺസീവ് ആൻഡ് ബെയർ എ സൺ ആൻഡ് ഷാൽ കാൾ ഹിസ് നെയിം ഇമ്മാനുവേൽ. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷൻ ബൈബിളിലും ഗുഡ് ന്യൂസ് ബൈബിളിലും മറ്റ് പല ഭാഷാന്തരങ്ങളിലും യങ് വുമൺ അഥവാ യുവതി എന്നാണ്, അല്ലാതെ വെർജിൻ അഥവാ കന്യക എന്നല്ല. ഗുഡ് ന്യൂസ് ബൈബിളിൻ്റെ ഈ പേജിൻ്റെ അടിക്കുറിപ്പിൽ യെശയ്യായ്ക്ക് 500 വർഷങ്ങൾക്ക് ശേഷം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ യങ് വുമൺ എന്നത് വെർജിൻ എന്നായിപ്പോയി എന്ന് പറയുന്നു. മത്തായിയുടെ ഗ്രീക്ക് സുവിശേഷത്തിലെ യേശുവിനെ പ്രസവിക്കും വരെ യോസേഫ് മറിയയുമായി ലൈംഗിക ബന്ധം പുലർത്തി അവളുടെ കന്യകാത്വം നഷ്ടപ്പെടുത്തിയില്ലെന്നും യേശുവിനെ പ്രസവിച്ചപ്പോൾ അവൾ കന്യക ആയിരുന്നുവെന്നും പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കടിഞ്ഞൂൽ പുത്രനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് പ്രസവിച്ച ശേഷം യോസേഫിനാൽ ഗർഭം ധരിച്ച് 4 മക്കളെയെങ്കിലും പ്രസവിച്ചെന്ന് പ്രൊട്ടസ്റ്റന്റുകാർ വിശ്വസിക്കുന്നു. അതുതന്നെയായിരുന്നു അടുത്ത കാലം വരെ എൻ്റെയും പൊട്ടവിശ്വാസം. എബ്രായ ഭാഷയിലുള്ള യഹൂദന്മാരുടെ യെശയ്യാ പ്രവചനത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കാം എന്ന് ഇല്ലെന്ന് നാം മനസ്സിലാക്കി. അതിനാലാണ് യേശു പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഭൂജാതനായ ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ച് യഹൂദന്മാർ ക്രിസ്ത്യാനികൾ ആകാഞ്ഞതും ഇപ്പോഴും ഭൂരിഭാഗം യഹൂദന്മാരും ക്രിസ്ത്യാനികൾ ആകാത്തതും. അതുപോലെ തന്നെ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് യേശുവിനെ വിളിച്ചിരുന്നതായി സുവിശേഷങ്ങളിൽ
പരാമർശമില്ല. ഈ അവസരത്തിൽ തിരുവെഴുത്തിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാം. പഴയ നിയമം ദൈവവിശ്വാസ്യമായ തിരുവെഴുത്തെന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. തിരുവെഴുത്തെന്ന് പുതിയ നിയമത്തിൽ പരാമർശിക്കുന്നതെല്ലാം പഴയ നിയമ ഭാഗങ്ങളാണ്. ഇന്ന് തിരുവെഴുത്തെന്ന് പരാമർശിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെട്ട മുഴുവൻ ബൈബിളാണ്. പഴയ നിയമ പുസ്തകങ്ങൾ എബ്രായ, അരാമ്യ ഭാഷകളിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണുള്ളത്. അതുകൊണ്ട് പഴയ നിയമത്തെ എബ്രായ തിരുവെഴുത്തെന്നും പുതിയ നിയമത്തെ ഗ്രീക്ക് തിരുവെഴുത്തെന്നും പറയുന്നു. അതുപോലെ തന്നെ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മുവാനിൽ നിന്ന് യേശുവിനെ വിളിച്ചതായി സുവിശേഷങ്ങളിൽ പരാമർശമില്ല. ഞാനതൊരിക്കൽ പറഞ്ഞു. അതിനാൽ യുവതി ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മുവാനിലൊന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്ന യെശയ്യാ 7:14 യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. കാരണം സുവിശേഷങ്ങളിൽ ഒരിടത്തും യേശുവിനെ ഇമ്മാനുവേൽ എന്ന് വിളിച്ചിരുന്നതായി പരാമർശമില്ല. യേശുവിനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് 22 പറയുന്നതിന് മുൻപേ മത്തായി 21 അതേ ദൂതൻ യോസെഫിനോട് അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞത് അതെന്തൊരു കൺഫ്യൂഷനാണ് ഗബ്രിയേൽ മാലാഖേ. അതിന് അടുത്ത വാക്യത്തിൽ പറയുന്നു അവൻ ഇമ്മുവാനിൽ നിന്ന് വിളിക്കപ്പെടുമെന്ന്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമ പുസ്തകങ്ങളിൽ തിരുവെഴുത്തെന്നും പ്രവാചക വചനമെന്നൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് പഴയ നിയമ ഭാഗങ്ങളാണെന്ന് നാം മനസ്സിലാക്കി. യെശയ്യാ 7:14 മത്തായി 1:23 പരാമർശിച്ചിരിക്കുന്ന പ്രവാചക വചനം. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ പ്രസവിച്ചപ്പോൾ മറിയ കന്യക അല്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കി. സത്യം അങ്ങനെയാണെങ്കിലും അക്രൈസ്തവർ ഉൾപ്പെടെ കോടിക്കണക്കിന് ആളുകൾ ലോകത്തെല്ലായിടത്തുമായി കന്യകയല്ലാത്ത കന്യക മാതാവിൻ്റെ ഭക്തർ, ഫാൻസ് ആയിട്ടുണ്ട്. ബൈബിളിൽ ഒരിടത്തു പോലും പരാമർശമില്ലാത്ത ഗീവർഗീസ് സഹത സെൻറ്റ് ജോർജ് സമ്പത്തിൻ്റെ പുണ്യവാളനായി വാഴുന്നു. ലക്ഷ്മി ദേവി ഹിന്ദുക്കൾക്ക് ഐശ്വര്യത്തിൻ്റെ ദേവി ആയിരിക്കുന്നത് പോലെ കത്തോലിക്കർക്കും ഓർത്തഡോക്സുകാർക്കും സെൻറ്റ് ജോർജ് സമൃദ്ധിയുടെ ദേവനാണ്. എല്ലാ മതത്തിൽപ്പെട്ടവരും ഈ സഹദായുടെ ആരാധകർ ആയിട്ടുണ്ട്. 1960കളിൽ വിശുദ്ധ പോപ്പ് സെൻറ്റ് ജോർജിനെ തള്ളിപ്പറഞ്ഞ് കൽപ്പന ഇറക്കിയതാണ്. എന്നിരുന്നിട്ടും ഈ ഗീവർഗീസ് സഹദ ജാതിമത ഭേദമന്യേ മനുഷ്യ ഉപബോധ മനസ്സുകളിൽ വാണരുളുന്നു. ഈ കത്തോലിക്ക പുണ്യവാളന്മാർ മാത്രമല്ല, ശബരിമല അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ, കൊടുങ്ങല്ലൂരും അമ്മ മുതലായ അമ്പല ദൈവങ്ങൾക്കും ആരാധകർ, ഫാൻസ് ലക്ഷക്കണക്കിനുണ്ട്. ഈ ദൈവങ്ങളുടെയൊക്കെ ഉത്ഭവത്തിന് നിദാനമായ ഐതിഹ്യങ്ങൾ അഥവാ വചനങ്ങൾ ഉണ്ടെങ്കിലും മിക്ക ഭക്തരും ആരാധന തുടങ്ങിയത് വചനത്തിൻ്റെ അല്ലെങ്കിൽ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ആരാധന തുടങ്ങിക്കഴിഞ്ഞ് തിരുവെഴുത്തുകൾ അഥവാ ഐതിഹ്യങ്ങൾ വിശ്വസിച്ചവരാണ് മിക്കവരും. വിശ്വാസപരമായി എന്തു പറഞ്ഞാലും വചനത്തിലുണ്ടോ തിരുവെഴുത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് 2 നൂറ്റാണ്ടിലധികം പഴക്കമില്ലാത്ത എല്ലാ പെന്തിക്കോസ്തി സഭക്കാരും ന്യൂ ജനറേഷൻ സഭക്കാരും. ഞാനും ആ കാറ്റഗറിയിൽപ്പെട്ട ആളായിരുന്നു. ഇനി ഈ സാങ്കല്പിക ദൈവങ്ങൾക്ക് കോടിക്കണക്കിന് ആരാധകർ ഉണ്ടായത് എങ്ങനെയെന്ന് നോക്കാം. ഹിന്ദുക്കൾ തങ്ങളുടെ വിശ്വാസം സങ്കല്പമെന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. കത്തോലിക്കരും യാക്കോബക്കാരുമായ അച്ഛന്മാരോട് വചനം പറഞ്ഞ് എന്തെങ്കിലും തർക്കിക്കാൻ ചെന്നാൽ അവർ പറയും ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്. എന്നാൽ തങ്ങളുടെ വിശ്വാസം ദൈവവിശ്വാസ്യമായ വചനമാണ്, അത് പച്ച സത്യമാണ് എന്നാണ് ബൈബിൾ വിശ്വാസികളുടെ ദുശാഠ്യം. ഞാനും അങ്ങനെയായിരുന്നു. ഈ സാങ്കല്പിക ദൈവങ്ങൾക്ക് കോടിക്കണക്കിനുള്ള ആരാധകരുണ്ടായത് വെറും വിശ്വാസത്താലാണ്, അടിസ്ഥാനമൊന്നുമില്ലാത്ത അന്ധമായ വിശ്വാസത്താലാണ്. പലപ്പോഴും പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് മൂലമുണ്ടാകുന്ന വിശ്വാസത്താലാണ്. ആവശ്യഭാരത്താലുളവായ വിശ്വാസം കൊണ്ട് രക്തസ്രവം സൗഖ്യമായ ഒരു സ്ത്രീയുടെ വിവരണം മർക്കോസ് 5:25 മുതൽ
34 വരെയുള്ള ഭാഗങ്ങളിൽ ഉള്ളത് ഇങ്ങനെയാണ്. മർക്കോസ് 5:25 മുതൽ 34 വരെയുള്ള ഭാഗങ്ങൾ. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശമായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൾ യേശുവിനെപ്പറ്റി കേട്ടത് അവൻ ദൈവപുത്രനാണെന്നല്ല, അവൻ മിശിഹ അഥവാ ക്രിസ്തു ആണെന്നല്ല, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കിട്ടുമെന്നുമല്ല. പിന്നെയോ ലൂക്കോസ് 6:19 പറയുന്നത് പോലെ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് തൊടുന്നവരെയൊക്കെയും സൗഖ്യമാക്കി എന്ന വാർത്ത അവൾ കേട്ടതുകൊണ്ടാണ്. അവൾ കേട്ട വാർത്ത 39 വയസ്സുള്ള ഒരു യുവ സന്യാസി 12 ശിഷ്യന്മാരുടെ അകമ്പടിയോടുകൂടി ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുന്നു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് തൊടുന്നവരൊക്കെയും സൗഖ്യമാകുന്നു എന്ന് ലൂക്കോസ് 6:19 പറയുന്നതാണ് അവൾ കേട്ട വാർത്ത. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. 22-ാം വാക്യം പറയുന്നു, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. വിശ്വാസ നിയമത്തിലെ ഒന്നാമത്തെ കണ്ടീഷൻ വിശ്വസിക്കുന്നത് പറയണമെന്നതാണ്. മർക്കോസ് 13:11 ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് നീ ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോവാ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അതേ, അവൾ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചത് വായുകൊണ്ട് ഏറ്റുപറഞ്ഞു. യാക്കോബ് 2:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിക്കും എന്നും പ്രവൃത്തിയാലാണ് വിശ്വാസം പൂർണ്ണമാകുന്നതെന്നും പറയുന്നു. ആ വാക്യം ഇപ്രകാരമാണ്. യാക്കോബ് 2:20, 21, 22 വാക്യങ്ങൾ. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലം എന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിങ്കൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അങ്ങനെ വിശ്വസിക്കണം, വിശ്വസിക്കുന്നത് പറയണം, പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമാക്കണം എന്ന നിയമമെല്ലാം അവൾ പാലിച്ചു. ഞാൻ ഈ പുതിയ നിയമവചനങ്ങളെല്ലാം ഉദ്ധരിച്ച് ബോറടിപ്പിക്കുന്നത് എന്തെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവയെല്ലാം 100% സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ്, അല്ലാതെ വെറും വചനമല്ല. രക്തസ്രവക്കാരിയുടെ എപ്പിസോഡ് തുടരാം. മർക്കോസ് 5:29 പറയുന്നു, ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. രക്തസ്രവക്കാരി സൗഖ്യം പ്രാപിക്കാനായി വരുന്ന വിവരം യേശു അറിഞ്ഞിരുന്നില്ല. 12 വർഷമായി ഏറിയൊരു വൈദ്യന്മാർ അവളെ ചികിത്സിച്ചതും അവൾക്കുള്ളതെല്ലാം ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ പരവശയായി തീർന്നിരുന്നതും ഒന്നും യേശു അറിഞ്ഞിരുന്നില്ല. അവളുടെ ദുരവസ്ഥ മുഴുവൻ അവൾ പ്രാർത്ഥനാരൂപത്തിൽ എണ്ണി പറഞ്ഞില്ല. എത്ര ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ് അവൾ വന്നതെന്നും യേശു അറിഞ്ഞിരുന്നില്ല. അവളോട് അനുകമ്പ ഉണ്ടാകേണ്ട കാരണമൊന്നും ഇല്ലായിരുന്നു. 30-ാം വാക്യം പറയുന്നു, ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിലറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവനോളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നോ എൻ്റെ പിതാവ് നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നോ പറഞ്ഞില്ല. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവളുടെ സൗഖ്യത്തിന് അവൾ തന്നെയായിരുന്നു കാരണം. അവളുടെ തന്നെ വിശ്വാസമായിരുന്നു കാരണം. ഒരു ദൈവമോ പുണ്യാളനോ വിശുദ്ധനോ അവളെ സൗഖ്യമാക്കിയില്ല. യേശു തിരുവചനത്തിൽ സാക്ഷ്യപ്പെടുത്തിയതുപോലെ അവളുടെ തന്നെ ഉപബോധ മനസ്സിൻ്റെ വിശ്വാസത്താൽ സൗഖ്യമായ സ്ത്രീയോട് യേശു കന്യ ആയിരുന്ന മറിയം പ്രസവിച്ച ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കുമോ? അവളത് വിശ്വസിക്കും. ഇത് തന്നെ വിശുദ്ധ ബൈബിളും ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു. മർക്കോസ് 16:20, അവർ ശിഷ്യന്മാർ പോയി എല്ലായിടവും പ്രസംഗിച്ചു,
കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. രക്തസ്രവക്കാരിയെപ്പോലെ സ്വന്തം വിശ്വാസത്താൽ മദ്യപാനാസക്തിയിൽ നിന്ന് വിടുതൽ, രോഗസൗഖ്യം, സാമ്പത്തിക വിടുതൽ മുതലായ അടയാളങ്ങൾ നടക്കുമ്പോൾ വചനം ഉപബോധ മനസ്സിൽ ഉറപ്പിക്കപ്പെടുന്നു. ബോധമനസ്സിലൂടെ ഉപബോധ മനസ്സിലെത്തുന്ന വചനം യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്ത കെട്ടുകഥയാണെങ്കിലും അടയാളങ്ങൾ നടക്കുമ്പോൾ അത് ഉപബോധ മനസ്സിൻ്റെ വിശ്വാസം വഴി പരിണമിക്കുന്നു. ബോധ മനസ്സിനെ ബൈബിളിൽ പരാമർശിക്കുന്ന പ്രാണനോട് അഥവാ ദേഹിയോടും ഉപബോധ മനസ്സിനെ ബൈബിളിലെ ആത്മാവിനോടും ഉപമിക്കാം. വരാൻ പോകുന്ന വീഡിയോകളിൽ ഇത് വിശദമായി ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിനാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മതസഭാ വ്യത്യാസമില്ലാതെ എല്ലാ ആരാധനാലയങ്ങളിലും ഭക്തരുടെ വിശ്വാസത്താൽ വിടുതലുകൾ നടക്കുകയും തൽബലമായി അവിടങ്ങളിലൊക്കെ നിരവധി ആരാധകർ ഉണ്ടാവുകയും ചെയ്യുന്നു. തങ്ങളുടെ പന്തലിൽ നടക്കുന്നത് ദൈവികം, മറ്റിടങ്ങളിൽ നടക്കുന്നത് പൈശാചികമെന്നാണ് പെന്തക്കോസ്റ്റുകാരുടെയും നവീന സഭക്കാരുടെയും സിദ്ധാന്തം. എന്നാൽ ഇതെല്ലാം സൈക്കോളജിക്കലാണ്. ഒന്നുകിൽ ദൈവികം അല്ലെങ്കിൽ പൈശാചികം എന്നാണ് അവരുടെ ധാരണ. വേനൽ മഴ പെയ്ത് ചൂടിന് ആശ്വാസമുണ്ടായാൽ കാരണഭൂതൻ ദൈവം, അതിവൃഷ്ടി മൂലം പ്രളയവും നാശനഷ്ടങ്ങളും ഉണ്ടായാൽ കാരണഭൂതൻ പിശാച്. പ്രകൃതിയ അഥവാ നാച്ചുറലായ കാര്യങ്ങളാലാണ് ഭൂമിയിൽ പൊതുവെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ഗ്രഹിക്കാൻ അവരുടെ മതപഠനം തടസ്സമായിരിക്കുന്നു. തിരുവെഴുത്തുകളുടെ വിശകലനം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സഹകരിക്കുക. നന്ദി, നമസ്കാരം.